എന്താ എന്റെ ദൈവമേ, എങ്ങനെ ഓടിച്ചാടി കിടന്ന മനുഷ്യനാ. അറിയാലോ, അച്ഛന്റെ ചിതാഭസ്മം ഒഴുക്കുന്ന ചടങ്ങാണ്. അതെ, ജീവിച്ചിരുന്നപ്പോഴും അച്ഛൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. നിനക്കറിയാവോ, മരിച്ചു കഴിഞ്ഞ് അന്ത്യകർമ്മം ചെയ്യാനുള്ള പൈസ 1 ലക്ഷം രൂപ അമ്മയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇട്ടിട്ടാണ് അച്ഛൻ മരിച്ചത്. അത്ര സ്നേഹമുള്ള അച്ഛനായിരുന്നു ഞങ്ങളെ. അല്ല ഞാനൊരു കാര്യം പറ്റേ, ഇതൊരു ചിതാഭസ്മം ഒഴുക്കാൻ വേണ്ടി പോണല്ലേ? ഈ 10-12 പേര് നമ്മൾ എന്തിനാ നിങ്ങൾ വിളിച്ചത്? ചിതാഭസ്മം ഒഴുക്കുന്ന ഒരു ചടങ്ങ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഊട്ടി, കൊടൈക്കനാല്, ബാംഗ്ലൂര്, മൈസൂരൊക്കെ പോയി ഗോവയിൽ ചെന്ന് ബീച്ചിൽ ചാടി കുത്തി മറിഞ്ഞിട്ട് അടിച്ചു പൊളിച്ച് തിരിച്ചു വരും. അപ്പൊ ഇത് ഒഴുക്കണ എവിടെയാ? ഒഴുക്കണ രാമേശ്വരത്ത്. പിന്നെ മൈസൂര്, കൊടൈക്കനാലൊക്കെ പോയി കലക്കും. ഇത് കലക്കും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, 12 പേര് 12 സീറ്റുള്ളൂ, 12 പേർക്കുള്ളൂ, വണ്ടി കയറാൻ പറ്റില്ല. 13 പേരുണ്ട് നമ്മള്. അങ്ങനെയാണെങ്കിൽ ഒരാളെ വേണ്ടാത്ത ഒരാളെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. നിങ്ങൾ ബന്ധുക്കൾ ആരെങ്കിലും അല്ലാത്ത ആരെങ്കിലും ഒഴിവാക്കുന്ന? അതിപ്പോ ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഈ കുടുംബമായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും അല്ലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണെന്നേ. അങ്ങനെയാണ് ഇപ്പൊ ഒരാളേ ഉള്ളൂ, നീയേ ഉള്ളൂ. നീയാകുമ്പോ എനിക്ക് ഈ കുടുംബമായിട്ട് ബന്ധമില്ലല്ലോ. എന്തായാലും 12 പേരെ കയറാവുള്ളൂ. ഞാൻ ഇല്ലേലും വിഷയമല്ല. ഞാൻ ഒഴിവാവാം. ഞാൻ അടുത്തേലും നമുക്ക് പോവാം. 12 പേർക്ക് പോയി. 12 പേര് അല്ല, ഞാനല്ലേ വണ്ടി കൊണ്ട് തന്നെ. ഡ്രൈവർ നീയാണല്ലോ, നീ വണ്ടി ഞാൻ വീട്ടിൽ പോയല്ലോ. എടാ, ഞങ്ങള് 12 പേരേ ഉള്ളൂ, നിന്നെ കൂടെ കൂട്ടിയല്ലേ 13. നീ ഡ്രൈവർ അല്ലേ? അപ്പൊ കറക്റ്റാ 12 പേര്. അപ്പൊ നമ്മൾ നേരെ പോകുന്നു. 4 ദിവസത്തെ ടൂർ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. നിങ്ങൾ എന്തോ അയാളോട് പറഞ്ഞ ടൂർ അടിച്ചു പൊളിക്കുന്നെന്ന്? അപ്പൊ അച്ഛന്റെ ചിതാഭസ്മം കളയാനല്ലേ പോകുന്നത്? ആടി, ചിതാഭസ്മം കളയാൻ തന്നെ പോണത്. പിന്നെ നിങ്ങൾ ടൂർ എന്ന് പറഞ്ഞോ? എടി പോത്തെ, ഈ ചിതാഭസ്മം കളയാനുള്ള ചടങ്ങിന് വേണ്ടിട്ട് അച്ഛൻ 1 ലക്ഷം രൂപ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? മരിക്കുന്നതിന് മുമ്പേ ഏൽപ്പിച്ചതാ. ഇത് ഈ കോവളത്ത് കടലിൽ കൊണ്ട കലക്കിയാൽ എത്ര രൂപ ചെലവാകും? ഒരു 10-15,000 രൂപ ആകുമായിരിക്കും. അത്രയല്ലേ ആകുള്ളൂ. ബാക്കി 90,000 രൂപ അമ്മയുടെ കയ്യിൽ ബാലൻസ് ഇരിക്കും. അത് നമ്മൾ ചോദിച്ചാൽ അമ്മ തരുമോ? ഇല്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 ലക്ഷവും തീർക്കാൻ വേണ്ടി ഇതൊരു വലിയ ടൂറായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ചിതാഭസ്മം എവിടെയാ കളയുന്നത്? ഇത് നമ്മൾ രാമേശ്വരത്ത്. അവിടെ നേരെ നമ്മൾ ഊട്ടി, കൊടൈക്കനാല്, ബാംഗ്ലൂര്, മൈസൂര്, ഗോവ. മനുഷ്യന്റെ ഒരു ബുദ്ധി തന്നെയല്ല, എന്റെ 2-3 കൂട്ടുകാരെ ഞാൻ ഇതിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാ? ടൂറാന്നും പറഞ്ഞ്. എന്നിട്ട് അവന്മാരെ കയ്യിൽ നിന്ന് 3000 വെച്ച് മേടിക്കും. നമ്മുടെ ഇത്തിരി പൈസ മിച്ചവും വരും. പിന്നല്ല, ഇതാണ് ഈ കർച്ചീഫ് എടുക്കണ കാര്യം എപ്പോഴും വിട്ടുപോകും. തുറന്നു നോക്ക്. ഇനി ഏത് നിനക്ക് അലർജിയാന്ന് നിനക്ക് അറിയാൻ പാടില്ല. ഈ അലർജിയുള്ള സാധനം കൊണ്ട് തരേണ്ട വല്ല കാര്യം ഉണ്ടല്ലോ. അയ്യോ, അലർജിയാന്ന് പറഞ്ഞോണ്ട് ഇത് ഇടാതെ ഒറ്റത്തോർത്ത് കടലിൽ മുങ്ങി പറഞ്ഞ എന്നെ ആൾക്കാരുടെ മുന്നിൽ നാണം കെടുത്തരുത്. ഈ സാധനം എന്റെ കൈമുന്നിൽ കണ്ടുപോലും കൊണ്ടുപോയി ആവശ്യമില്ലാത്ത സാധനമായിട്ട് വന്നു. പോകാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലേ? എവിടെ പോയാലും കൂടെ ഉണ്ടായിരുന്നതല്ലേ, എന്നിട്ടിപ്പോ ഒറ്റയ്ക്കങ്ങ് പോവുക. പൊക്കോ, എന്നെ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? എന്നെ കൂടെ കൊണ്ടുപോയില്ലല്ലോ. കരയണ്ട പോര്. ഒരു നാട്ടുകാരെ പറഞ്ഞപ്പോഴത്തേക്ക് പ്രത്യക്ഷപ്പെട്ടോ? അമ്മ, ഇത് ഞാനാണ്. ഇത് എന്തൊക്കെ പിച്ചും പയ്യും പറയുന്നത്? ആരാ? ഞാനാണ് അമ്മയുടെ മോൻ. എന്റെ മോനാ? നിന്നെ ആരാടാ ചാരത്തി പിടിച്ച് മുക്കിയേ? ഞാനേ പൗഡറൊക്കെ ഇട്ട് ചടങ്ങ് വൃത്തിയായിട്ടും വെടിപ്പായിട്ടും നടത്തുന്ന അമ്മ പറഞ്ഞില്ലേ, അതുകൊണ്ട് വൃത്തിയായിട്ടും വെടിപ്പായിട്ടും പോയേക്കാന്ന് വെച്ച് അമ്മ റെഡിയാക്കിയ 12 സീറ്റിന്റെ വണ്ടിയാണ് ഞാൻ ബുക്ക് ചെയ്തേക്കണം. അതെന്തിനാ മക്കളെ? പിന്നെ അച്ഛനെ രാമേശ്വരത്ത് കൊണ്ടുപോയി ഒഴുക്കണ്ടേ? രാമേശ്വരത്താ? ഇവിടെയല്ലേടാ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ കോവളത്താ. എന്റെ അച്ഛനെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴും ഈ പഞ്ചായത്ത് വിട്ട് വെളിയിൽ പോയിട്ടില്ല. മരിച്ചപ്പോഴെങ്കിലും ഒന്ന് ലോകം ചുറ്റി കണ്ടെന്നേ. രാമേശ്വരത്ത് കൊണ്ടുപോയി നമ്മൾ അച്ഛനെ ഒഴുക്കുന്നു. എന്നിട്ട് ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ, ഗോവയൊക്കെ ചുറ്റി കറങ്ങി 1 ലക്ഷം തോർത്തി ഇവിടെ തിരിച്ചു വരുന്നു. 1 ലക്ഷം? അല്ല, നമ്മൾ ഈ അച്ഛനെ കൊണ്ട ചിതാഭസ്മം കലക്കുന്ന ചടങ്ങാണല്ലോ. അപ്പൊ ആ മൂടൊന്നും മാറാൻ വേണ്ടി നമ്മൾ മറ്റു സ്ഥലങ്ങളും കൂടെ കറങ്ങി ആ മൂട് മാറ്റി ഇങ്ങ് വരുന്നു. അത്രേ ഉള്ളൂ. അമ്മ പോയി റെഡിയാകും. എന്റെ അടുത്താ കളിക്കണേ വണ്ടി. നീ എന്തിനാ വടിയിൽ ആപ്പിളും കുത്തിക്കൊണ്ട് വന്നെ? വടിയിൽ ആപ്പിൾ കുത്തി? ആപ്പിളോ? എടാ, ഇത് ഇതെന്തിനാ ഊരി കൈ പിടിച്ചേക്കണം? ഊരി കൈ പിടിച്ചെന്തിനാണോ? അവിടെ പയ്യന്മാരെ കിക്കിന്ന് പറഞ്ഞ അവിടെ ഓണടിക്കണ്. എന്റെ പാട്ടിൽ ഇറങ്ങി പോവില്ലേ? നീ വന്നേ. അവിടെ ഒരു പന്ന കിളവൻ വന്നു. ഞാൻ വണ്ടി മാറ്റിയിട്ടേക്കായിരുന്നല്ലോ. അപ്പൊ ആ കിളവൻ വന്ന് പറഞ്ഞു, മോനെ ഇവിടെ എന്തിനാ ഇട്ടേക്കണത്? ആ വണ്ടി മുറ്റത്തേക്ക് കയറുമല്ലോ, ആ വണ്ടി ടിപ്പർ വരെ കയറി പോയേക്കണമെന്ന്. അങ്ങനെ വണ്ടി എടുക്കുകയും ചെയ്തു. വണ്ടിയുടെ മൂലം മുഴുവൻ ഒറിഞ്ഞു പോയി. ആണോ? അതേത് കിളവൻ?
മനെ എന്താണ് കാര്യങ്ങളൊക്കെ പോകാറുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് കളവൻ. ഈ കളവൻ ഒരൊറ്റ എടാ ഇത് ഞങ്ങളുടെ ബാലമ്മാവൻ അമ്മാവനാണ് ഇത് അറിയാമോ? ഏത് കുമ്മാവനാണെങ്കിലും എന്റെ ഉറച്ചോ എന്റെ വണ്ടി പറഞ്ഞു പോയില്ലേ? അമ്മാവൻ എന്ത് പരിപാടി കാണിച്ചത്? എന്താ ഈ ഇടുങ്ങിയ വഴി കൂടി ടിപ്പർ കയറത്തില്ലെന്ന് അമ്മാവൻ അറിയത്തില്ലേ? എടാ ഞാൻ ടിപ്പർ കയറുമെന്നല്ല പറഞ്ഞത്. ഇവൻ ഇതിലെ കയറുമെന്ന് ഞാൻ പറഞ്ഞു പണ്ട് ഇതില്ലേ റിപ്പർ കയറിയിട്ടുള്ളതാന്നാ പറഞ്ഞു. എടാ ഈ തലക്കെട്ട് കടിക്കുന്ന ആളില്ല. എന്താ എന്റെ വണ്ടി ആരാന്നറിയാവോ? എന്റെ അളിയനാണ്. എന്റെ അളിയനാണെങ്കിലും ഞങ്ങൾ കൂട്ടുകാരെ പോലെ അറിയാവോ? ഒരുമിച്ച് ഞങ്ങൾ ഉണ്ണുകയുള്ളൂ, ഒരുമിച്ച് ഞങ്ങൾ ഉറങ്ങുകയുള്ളൂ, ഒരുമിച്ച് ഞങ്ങൾ ജോലിക്ക് പോകും. മരിക്കണേന് തൊട്ടു മുമ്പ് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. സമയമായപ്പോ നൈസായിട്ട് അങ്ങ് പോയി. അതല്ല, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ചിട്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് ഈ വീടും സ്ഥലമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി. അറിയാമോ പിന്നെ കലക്കാൻ നിർമ്മാർജ്ജന ഞാൻ മെന്നണ്ടാ നിർമ്മാർജ്ജനം ഇത് മറ്റേ അതിനോട് പറഞ്ഞ പേരന. അയ്യോ അത് നിമഞ്ജനം. ആ സാധനത്തിന് ഞാനും ഉണ്ടെന്ന്. ഞാനും വരുമല്ലോ. അന്നേരം അത് സഞ്ചിക്കകത്ത് എന്താണെന്ന് കാണണം. അല്ല അത് കാണിക്കാം. അവൻ എന്തെല്ലാം ആഗ്രഹമുള്ള മനുഷ്യൻ. അമ്മാവനെ ഇങ്ങനെ രഹസ്യമായിട്ട് കൊണ്ടുവരാൻ ഞാൻ കാണട്ടെ. അല്ല ഈ ബെർമുഡായും ടീഷർട്ടും അളിയന്റെ ചിതാഭസ്മം കടലിൽ കലക്കാനായിട്ട് വന്നേക്കുന്ന കോലമാണ്. നമ്മളിവരെ ഏതായാലും കടപ്പുറത്ത് പോകല്ലടാ. ഇവന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവനെ മരിച്ചു കഴിഞ്ഞാല് ഈ ചിതാഭസ്മം കൊണ്ട് കടലിൽ കോളത്ത് കൊണ്ട്. അത് ഞാൻ അമ്മാവനെ കാണുമ്പോ ചോദിക്കണമെന്ന് വെച്ചിരുന്നു. എല്ലാവരുടെയും ഇത് ഈ ആലുവാപ്പുഴയിലൊക്കെ അല്ലേ കൊണ്ടുപോകുന്നത്. ഈ അച്ഛന്റെ ചിതാഭസ്മം തന്നെ കോവളത്ത് കൊണ്ടുപോയി. ഭയങ്കര കഥ. പണ്ട് ഞങ്ങ 76 ഞങ്ങൾ രണ്ടും കൂടെ ഒരു ക്ലബിന്റെ വകയായിട്ട് ടൂർ പോയി കോളത്ത്. അപ്പൊ ഇവൻ ഈ ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ കടപ്പുറത്തിരുന്ന് കാച്ചു കൊണ്ടപ്പോ ഈ മദാമ്മമാരില്ലേ അവര് ചളക്കവും മുളുക്കവും കളസവും മുളസവും ഒക്കെ ആയിട്ട് അവർ കുളിക്കണം. അവിടെ അവര് ചെറിയ കളസമൊക്കെ ആയിട്ടല്ലേ കുളിക്കണേ. അങ്ങനെ അവർ കുളിക്കണുണ്ട്. ഇവൻ അത് കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അവൻ എന്നോട് പറയണം, ഞങ്ങൾ ആര്യ അളിയനാണെങ്കിലും അവൻ എന്നോട് പറയണം, എന്നെങ്കിലും ഒരു കാലത്ത് ഞാൻ ചാകണമെങ്കിൽ എന്റെ ചിതാഭസ്മം കൊണ്ട് കടലിൽ ഒഴുക്കണം. അപ്പൊ അവന് തൊരിയായിട്ട് ഇത് കാണാനല്ലടാ, കാണാനല്ല. ഒരു വിഷയമുണ്ട്, നമ്മള് കോവളത്തല്ല പോണത്, രാമേശ്വരത്താ. അവിടെ കടപ്പുറയില്ലേ? കടപ്പുറത്താ. അത് മതി. അവൻ എവിടെയായാലും കുളിച്ചും കണ്ടാ മതി. അവന്റെ ആഗ്രഹം. കാരണം അളിയനോ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടുകാരെ പോലെ അവളൊക്കെ റെഡിയാണോ? ഞാനും പോയി കാപ്പിയെ കുടിച്ചു. ഞാൻ പറഞ്ഞെന്താന്നറിയാമോ? നേരത്തെ പോയില്ലെങ്കിലേ ഞങ്ങള് റെഡി. എന്തിന് പോണ്ടേ? എവിടെ പോണ കാര്യം പറയണേ? ടൂർ പോണ്ടേ? ടൂർ പോണവരെ നിന്നോട് തീരുമാനിക്കുമ്പോ ഞാൻ വന്ന് ചോദിച്ചോണം. അപ്പൊ നീ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട്. വരുന്നില്ലെന്ന് ആര് പറഞ്ഞു? നീയല്ലേ പറഞ്ഞു. ഈ ചാരം കൊണ്ട് ഒഴുക്കാനായിട്ട് ഞാൻ പോവാണ്. ചാരമല്ല, ചിതാഭസ്മം. രണ്ടും ഒന്നും തന്നെ. അത് കൊണ്ട് ഒഴുക്കാനായിട്ട് പോവാണ്. അതുകൊണ്ട് ടൂർ അല്ലാന്ന് പറഞ്ഞു. ഇപ്പൊ നീ ടൂറാക്കിയപ്പോ ഞാൻ അറിഞ്ഞിട്ടോ. ഇവിടെ വണ്ടിക്ക് സീറ്റില്ലെന്ന്. സീറ്റില്ലെന്നോ? ഞങ്ങൾ വിളിച്ചോണ്ട് വന്ന എന്തിനാന്നറിയാലോ? നീ അല്ലേ പറഞ്ഞ ടൂർ പോകുമ്പോ ഭാര്യയായിട്ട് വരെ ഇത് വന്ന് പറയാൻ പോലെ ഇതാരത്? ഭാര്യയല്ല, നിനക്കറിയാലോ ഈ ടൂർ പോകുമ്പോ ഒരു എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ? ഭാര്യയും കൊണ്ട് പോയാൽ നമുക്ക് എൻജോയ്മെന്റ് കിട്ടുമോ? അതില്ല. ഞാൻ ഇങ്ങ് പോരുവായത് ബൈക്കേല് 100 കത്തിച്ച് നിന്റെ അടുത്തേക്ക് പോന്നപ്പോ ആ ഇല്ലുത്രൂവിന്റെ അവിടെ നിൽക്കുവായത്. ടൂർ പോകണ്ടോന്ന് ചോദിക്കോ, ചാടി ബൈക്കേലേക്ക് അങ്ങ് കയറി. അങ്ങനെ വന്ന സാധന. അത് ശരി. ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പേര് ചോദിച്ചില്ലല്ലോ. പേരെന്നാ പറഞ്ഞേ? മഞ്ജുള. അതെ, എങ്ങോട്ടാ ടൂർ പോകുന്നേ? എടാ ടൂർ പോണ കാര്യം ഞാൻ പറഞ്ഞില്ലേ. നിങ്ങക്ക് പോകാൻ സീറ്റില്ലെന്ന് വണ്ടിക്ക്. അല്ല പിന്നെ അവിടെ ചെന്ന് പിള്ളേര് ദൂരി വെച്ചേക്കണേ സ്റ്റീറിങ്. എല്ലാത്തിനും ഓടിച്ചേ. അതെ, ആരാ പറഞ്ഞ വണ്ടിക്ക് സീറ്റില്ലെന്ന്? ഇവരാ പറഞ്ഞ വണ്ടിക്ക് സീറ്റില്ലെന്ന്. നിങ്ങളാരാ പറഞ്ഞ വണ്ടിക്ക് സീറ്റില്ലെന്ന്? അല്ല, വണ്ടിക്ക് സീറ്റുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് ഫില്ലായി പോയെന്ന്. അന്നാ ഞങ്ങൾ ആ ഫില്ലറെ ഇരുന്നോളാലോ. വണ്ടിയുടെ ഫില്ലറെ കയറി പോരാൻ ഞാൻ സമ്മതിക്കൂല. 12 പേര് അത്രേ ഉള്ളൂ. എന്റെ ദൈവമേ, അതല്ല. പിന്നെ വണ്ടിക്ക് 12 പേരുള്ള സീറ്റിംഗ് കപ്പാസിറ്റി അല്ലേ? ഇവർ രണ്ടുപേരും കൂടെ 14 ആകത്തില്ലേ? പറ്റത്തില്ല. സീറ്റില്ല, സീറ്റ് ഫുള്ളായി പോയെന്നാ പറഞ്ഞത്. ഞാൻ പൈസ തരാമെന്ന്. ഇത് കണ്ടോ, ഞങ്ങളുടെ 2 പേരുടെയും പൈസ 3000 വെച്ചതേ 6000 രൂപ. നിനക്ക് പൈസ തന്നാ പോരടാ. കാശിന്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് കണ്ണങ്ങ് വെളുത്തല്ലോ. 6000 രൂപ അല്ലേ? 6000 രൂപ. നീ ആരെങ്കിലും 2 പേരെ അങ്ങ് ഒഴിവാക്ക്. 2 പേരെ ഒഴിവാക്കുന്ന ഇപ്പൊ ആരെ ഒഴിവാക്കും? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. 2 പേരെ ഒഴിവാക്ക്. നമുക്കേ പോകാനുള്ള കാര്യങ്ങളല്ല. അവിടെ ഇതാ പോരാ. നമ്പർ ഇടും, കട്ടക്ക് നിന്നോണം. കട്ടയില്ല, വണ്ടിക്ക് കട്ടയില്ല, ടയർ കട്ടയില്ലെന്ന് ഒരു നമ്പർ ഇട്ട് ഒഴിവാക്കണ്ടേ ഒരാൾ? അല്ല, അമ്മാവന് എത്ര പശു ഉണ്ടെന്നാ പറഞ്ഞ വീട്ടിൽ? 9 പശുവിനെ കറന്ന് പാലും കൊടുത്ത് വെച്ചാണ് ഈ കാര്യത്തിന് ഞാൻ വന്നിരിക്കണം. അറിയാം, 9 പശു ഉണ്ടല്ലേ? പിന്നെ
അപ്പൊ അമ്മാവൻ 4 ദിവസം നമ്മുടെ കൂടെ ടൂറിന് വരുമ്പോ പശുവിനെ നോക്കാൻ ആളില്ലാതെ വരും. പശുവിനെ കറക്കാതെ അതിന്റെ അകടുവീക്കം വന്നത് ചത്തുപോകും. അമ്മാവൻ വരാതിരിക്കണോ നല്ലത്. അല്ല അത് എന്റെ കൂടെ പറഞ്ഞ ആളിന്റെ കാര്യത്തിൽ എനിക്ക് പറഞ്ഞേ. അല്ല പശു ചത്തു പോകണമെങ്കിൽ പിന്നെ അത് ഒഴിവാക്കാൻ നല്ലത്. 9 പശു ചത്തു കഴിഞ്ഞാൽ എത്ര രൂപ നഷ്ടം? അത് മാത്രമല്ല, ഈ പാല് കൊണ്ട് കൊടുക്കുന്ന സ്ഥലത്ത് വേറെ ആൾക്കാർ കയറി പാല് കൊടുക്കും. ബിസിനസ് പൊളി ഒഴിവാക്കാൻ നല്ലത്. പിള്ളേര് പറഞ്ഞ കേട്ടാ, എന്നാ ഞാൻ ഒഴിവാക്കാം. ടൂറിൽ നിന്ന് ഒഴിവായി. ടൂറിൽ നല്ലെന്ന് പശു അങ്ങ് ചത്തു പോണേ പോട്ടെ, അത് ഒഴിവാക്കാം. ഇത് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇത് അമ്പിനും മില്ലും അടുക്കുന്നില്ല. കട്ടൊക്കെ നോണേ. എന്നെ പറ്റിയേ പറ്റില്ല, നമ്പരിടൂല്ലേ. ഈ നിക്കണ ആരാന്നറിയാമോ? ആരാ? എന്റെ അച്ഛനാണോ? അച്ഛൻ. അതല്ല ഞാൻ ഉദ്ദേശിച്ച വരെ എന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള വ്യക്തി അറിയാമോ? അമ്മ, ഞങ്ങള് 4 ദിവസം ചിതാഭസ്മം എടുക്കാൻ പോകുമ്പോ ഈ വീട് അച്ഛന്റെ സ്ഥാനത്ത് നമ്മാൻ വേണം നോക്കാൻ. ഞാൻ നോക്കണം. എന്റെ അച്ഛന്റെ സ്ഥാനത്ത്. നിങ്ങൾ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുമ്പോ ഞാനിത് എങ്ങനെയുണ്ടോ ഓരോ കാര്യങ്ങൾ ഉപേക്ഷിക്കണം. ഒരു കാര്യം ചെയ്യാം നോക്കളെ, ഞാനെന്നാ ഇവിടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുള്ള. നിങ്ങളൊരു നല്ല കാര്യമല്ല, നിങ്ങൾ എല്ലാരും കൂടെ പോയി സന്തോഷമായിട്ട് പോയി ചെയ്തിട്ട് പറയാം. എന്നാലും അമ്മാവനില്ലാതെ ഞങ്ങൾ എങ്ങനെ പോകും? എന്നാ പിന്നെ ഞാനും കൂടെ പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലടാ. പറഞ്ഞു ഇത് മറിയൊന്നും ഞാൻ അറിഞ്ഞു. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വീട് നോക്കണം അമ്മാവൻ. വരണ്ട. ഒരു കാര്യം ചെയ്യും, നല്ല കാര്യമല്ലേ, നിങ്ങൾ എല്ലാരും കൂടെ പോയി അത് വേണ്ട വ്യക്തി കൈകാര്യം ചെയ്യും. ഞാനിവിടെ ഒരു സ്ഥാനത്ത് നിന്നോളാം. ഏതായാലും നിങ്ങൾ എല്ലാരും കൂടെ പോയല്ലേ, ഈ ബർമുടയും ടീഷർട്ടും ഇവന്റെ കൂട്ടത്തെ അങ്ങ് ഒഴുക്കി കളഞ്ഞു. പറ്റുമെങ്കിൽ ഇവൻ അത് ഇട്ടുണ്ട് അവിടെ കിടന്ന് കുളിസീം കാണട്ടെ. നിങ്ങൾക്ക് കാണാനുള്ള യോഗ ഇല്ലല്ലോടാ. വിഷമം. അല്ല എന്നാലും ഒരു സീറ്റായില്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പണി അവളെ ഒഴിവാക്കി നീ പോയി. അല്ല അത് പറ്റത്തില്ല. ഇവള് കയറി പോട്ടെ, ഞാനിവിടെ നിൽക്കും. ഞങ്ങൾ അടിച്ചു പൊളിക്കൂലോ. അത് കുഴപ്പമില്ല. ഓക്കെ. അല്ല അത് ശരിയാവില്ല. കാരണം നമുക്ക് രണ്ടിനും വേണം. ഞാൻ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ഒന്നിച്ചിരുന്നോളാന്ന്. മടിയിലിരുന്നോളാം. സീറ്റ് അപ്പോൾസറി ചെയ്തേക്കാണ് 3 പേരൊന്നും ഇരിക്കാൻ പറ്റില്ല. അതാണ് ആരെങ്കിലും ഒരാളോടെ കൂടി പ്ലീസ്. ഒരാളെ 6000 രൂപ അത് കാണിക്കല്ലേ. അതിലാണ് എന്റെ നിലവിട്ട് പോണത്. ഇനിയിപ്പോ ഒരാൾ ആരെ ഒഴിവാക്കും? ഞാൻ വണ്ടി ഓടി. എടാ മക്കളെ, അപ്പൊ ഇത് തന്നെ കൊടുത്താ പോരേടാ. ഇത് തന്നെ കൊടുത്താ മതിയല്ലേ. എങ്ങനെയുണ്ട്? മുട്ടുവേദന വന്നും പോയി ഇരിക്കുക മക്കളെ. പിന്നെ മുട്ടുവേദന ട്രാൻസ്പോർട്ട് ബസ് ആണോ? നടുവേദനയൊക്കെ ഇടയ്ക്കൊക്കെ വരുവാടാ. ആവശ്യമില്ലാത്ത കൗണ്ടർ അടിച്ചാ ഫീല് കളയല്ലേ. അതെയല്ലേ. അമ്മയ്ക്ക് ഭയങ്കര മുട്ടുവേദന. ഈ ഒറ്റ ഇരിപ്പിരുന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത മുട്ടുവേദന കാര്യം വലിയ കഷ്ടത്തിലാകും. അയ്യോ, ഒന്നാമത് സീറ്റിന് ഷോക്ക് ഓബ്സർ ഇല്ല. ഡെലിവേനും വരും. പിന്നെ ഈ ഊട്ടിയിലൊക്കെ പോകുമ്പോ ഭയങ്കര തണുപ്പല്ലേടാ. തണുപ്പാണോന്നോ? ഒരാളൊരു ദിവസം മരത്തച്ചാരിന്ന് കുറ്റിപിടി വലിച്ചോണ്ടിരുന്നപ്പോ അയാൾ അങ്ങനെ തന്നെ ഐസും കട്ടിയായി പോയി. പിന്നെ ചിറ്റയ്ക്ക് അടിച്ച് അയാളെ പുറത്തെടുത്തത്. വീഡിയോ ഒക്കെ ഐസായി പോയോ? വീഡിയോ വരെ. അയ്യോ, അന്ന് അമ്മ വരണ്ട. മക്കളെ, അമ്മ ഇത് പുതച്ചാ പോരേടാ. പുതപ്പ് വെച്ച് പുതപ്പിലൊന്നും നിൽക്കുന്ന എനിക്ക് തോന്നുന്നു. അത്രയ്ക്കും തണുപ്പാണോ? ഈ വയ്യാത്ത അമ്മ ഇനി തണുപ്പത്തൊക്കെ വന്ന് ഞങ്ങളുടെ അച്ഛനോ മരിച്ചു, അമ്മയും കൂടെ പോയാൽ ഞങ്ങൾ അനാഥരായി. കരയല്ലേടാ മക്കളെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ, നിങ്ങൾ എല്ലാരും പോയിട്ട് വാ. തന്നാ എങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരിക്കാവുള്ളല്ലോ. ഞാൻ പിടിക്കില്ല. ഇത് പിടിച്ചാ ഞാൻ സീറോ പിടിക്കണ്ടേ? ബാഗൊക്കെ എടുത്തിട്ട് നമുക്ക് മുന്നിൽ സൈഡ് സീറ്റിൽ ഇരുന്നോട്ടെ. സൈഡ് സീറ്റിൽ ഇരുന്നോ? AC ഓൺ ചെയ്ത് തരത്തില്ല. ഞങ്ങളെ സീറൊന്ന് പിടിപ്പിക്കട്ടെ. പിന്നെ ഗീറിനൊന്നും സഹായിക്കണം. ഗീർ പിടിക്കാൻ 4ാമത്തെ ഗീർ വീഴൂല. കാണിക്കില്ല. തള്ളു. എന്തോ? ഓ, നമ്മുടെ പിള്ളേരെല്ലാം കൂടി ചിതാഭസ്മം ഒഴുക്കാൻ പോണെന്നും പറഞ്ഞ് അവരൊരു ടൂറൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങ് പോയി. എന്നിട്ട് നമ്മളെ നൈസേ ഒഴിവാക്കിയത് നമുക്ക് മനസ്സിലായില്ലെന്നാ അവര് വിചാരിച്ചിരിക്കണേ. പോട്ടെ, ഒരു നല്ല കാര്യത്തിനല്ലേ, നടക്കട്ടെ. അവര് നടക്കും, പോയ കാര്യം നടക്കത്തില്ല. അതിനെ സരസമ്മ അങ്ങനെ പറഞ്ഞ? അവര് ചിതാഭസ്മം മറന്നുപോയി. അയ്യോ, ചിതാഭസ്മം മറന്നുപോയാ? അപ്പൊ പിന്നെ നീ കൊടുക്കാന്ന് പറഞ്ഞ 1 ലക്ഷം രൂപയാ? അത് ഞാനും മറന്നുപോയി. എന്നാ ഒരു കാര്യം ചെയ്യ സരസമ്മേ, ഞാൻ ഇപ്പൊ തന്നെ ഒരു ടാക്സി വിളിക്കാം. നീ ആ 1 ലക്ഷം രൂപയും ഈ സാധനമായിട്ട് വാ. നമുക്ക് ആങ്ങളയ്ക്കും ബംഗാൾക്കും കൂടെ അടിച്ച് പൊളിക്കാടി. വാ.